നിങ്ങൾ ഭാരതമാതാവിനെ കണ്ടിട്ടുണ്ടോ? ആരാണ് ഭാരതമാതാവിനെ കണ്ടിട്ടുള്ളത്? എന്നിട്ട് അയാൾ വിശദീകരിക്കുന്നു. ആരെയാണ് ഭാരതമാതാവെന്ന് ആദ്യം വിശേഷിപ്പിച്ചതെന്നറിയാമോ? 1944 റങ്കൂണിൽ ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിക്കുമ്പോൾ നേതാജി സുഭാഷ് ചന്ദ്രബോസിന് 1,25,00,000 രൂപ കൊടുക്കാൻ ഒരു വ്യവസായി മുന്നോട്ട് വന്നു. അയാളുടെ പേര് യൂസഫ് എന്നായിരുന്നു. ആ യൂസഫ് എന്ന് പറയുന്ന ആൾ, യൂസഫ് മഫാനി എന്ന് പറയുന്ന അയാൾ 1,25,00,000 രൂപ കൊടുക്കുമ്പോൾ തൊട്ടു പിന്നിൽ ആ വേദിയിൽ ഒരു ഉമ്മ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. ആ ഉമ്മയോട് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ, എൻ്റെ കയ്യിൽ പണമില്ല, ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉള്ളത് മുഴുവൻ നിനക്ക് തരുമായിരുന്നു എന്ന് സുഭാഷ് ചന്ദ്രബോസിനോട് പറഞ്ഞു. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് ഉമ്മയോട് പറഞ്ഞു, ഉമ്മയ്ക്ക് പണമില്ലെങ്കിൽ എന്താ, ഒരു മകനില്ലേ എന്ന് ചോദിച്ചു. ഷാനവാസ് ഖാൻ. ആ ഷാനവാസ് ഖാനെ ഉമ്മ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭാഗമായി ചേർത്തു. ആ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭാഗമായി തീർന്ന ഷാനവാസ് ഖാൻ ബ്രിട്ടീഷുകാരോട് പോരാടി മരണം വരിച്ചു. മരണം വരിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോഴും വിങ്ങിപ്പൊട്ടിക്കൊണ്ടിരുന്ന ഉമ്മയെ നോക്കിയിട്ട് അസിമുല്ല ഖാൻ എന്ന തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തടക്കമുള്ളവർ മുന്നോട്ട് വെച്ച ഒരു മുദ്രാവാക്യമാണ് ഭാരത് മാതാ കി ജയ്. നിങ്ങൾ ഭാരതമാതാവിനെ കണ്ടിട്ടുണ്ടോ? ഇതാ ഈ ഉമ്മയാണ് ഭാരതമാതാവ് എന്ന് പറഞ്ഞു.